മേപ്പാടി പഞ്ചായത്തിലെ തൃക്കൈപ്പറ്റ വില്ലേജിൽ വെള്ളിത്തോട് പ്രദേശത്ത് മുട്ടിൽ മേപ്പാടി പ്രധാന റോഡിനോട് ചേർന്നാണ് ഭവന പദ്ധതി യാഥാർത്ഥ്യമാകുന്നത്. വിലക്കെടുത്ത 11 ഏക്കർ ഭൂമിയിൽ 2000 സ്ക്വയർ ഫീറ്റ് വീട് നിർമ്മിക്കാനുള്ള അടിത്തറയോടുകൂടി 1000 സ്ക്വയർ ഫീറ്റ് വീടുകളാണ് നിർമ്മിക്കുക. 3 മുറികളും അടുക്കളയും മറ്റ് സൗകര്യങ്ങളും ഉൾക്കൊള്ളുന്ന രീതിയിലായിരിക്കും വീടിന്റെ ഘടന. ദുരന്തമുണ്ടായ ആദ്യ മണിക്കൂർ മുതൽ ദുരിതബാധിതരോടൊപ്പമുള്ള മുസ്ലിം ലീഗിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പുനരധിവാസ ദൌത്യമാണ് ഭവന പദ്ധതിയെന്നും ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ട 105 കുടുംബങ്ങൾ വീട് നിർമ്മിച്ചു നൽകുമെന്നും നേതാക്കൾ വ്യക്തമാക്കി. ഇങ്ങനെ ഒരു പ്രത്യേക പുനരധിവാസ പദ്ധതി ആ പ്രദേശത്തിന് ആവശ്യമാണെന്ന് കണ്ടതുകൊണ്ടാണ് മുസ്ലിം ലീഗ് വേറിട്ട ഒരു പുനരധിവാസ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ ശിലാസ്ഥാപന കർമ്മം 9-ാം തീയതി വൈകിട്ട് 3 മണിക്ക് ഞങ്ങൾ നിർദ്ദിഷ്ട സ്ഥലത്തായിരുന്നു തീരുമാനിച്ചത്. കാലാവസ്ഥ മോശമായതിനെ തുടർന്ന് WMO ഓഡിറ്റോറിയത്തിലേക്ക് പരിപാടി മാറ്റിയിട്ടുണ്ട്. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖലി തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് നടക്കുന്ന സാംസ്കാരിക പൊതുസമ്മേളനത്തിൽ മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി, ET മുഹമ്മദ് ബഷീർ MP അടക്കമുള്ള സംസ്ഥാന ഭാരവാഹികൾ, സെക്രട്ടേറിയറ്റ് മെമ്പർമാർ, MLA-മാർ എന്നിവർ പങ്കെടുക്കും. രക്ഷാപ്രവർത്തനം മുതൽ പുനരധിവാസത്തിന്റെ ഓരോ ഘട്ടത്തിലും ദുരിതബാധിതർക്കൊപ്പം നിന്ന മുസ്ലിം ലീഗ് എല്ലാ കാലവും അത് തുടരുമെന്നും നേതാക്കൾ വ്യക്തമാക്കി. സി മലയാളം ന്യൂസ്, വയനാട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.